ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മലകളെ മാറ്റാൻ തക്ക വിശ്വാസം നമുക്ക് പകർന്നു തരുന്ന, നമ്മുടെ തടസ്സങ്ങളെ നമ്മുടെ മുമ്പിൽ നിന്ന് മാറ്റി നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശു വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മർക്കോസ് സുവിശേഷം 11-ാം അധ്യായം 23-ാം വാക്യം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മെ ക്ഷണിക്കുന്നത് വളരെ ആർജവത്വമുള്ള സജീവമായ ഒരു വിശ്വാസത്തിലേക്കാണ്. സംസാരിക്കുന്ന വിശ്വാസം, ആശ്രയം വയ്ക്കുന്ന, കീഴടങ്ങുന്ന വിശ്വാസം. എ ഫെയ്ത്ത് ദാറ്റ് സ്പീക്സ്, ട്രസ്റ്റ് ആൻഡ് സറണ്ടേഴ്സ്. ഈശോ മുമ്പിൽ നിന്ന് മാറുമെന്ന് പറയുന്നത് കേവലം പർവ്വത നിരകളെയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഭാരങ്ങളെ, നമ്മുടെ ഭയങ്ങളെ, നമ്മുടെ പാപങ്ങളെ, നമ്മുടെ കൺമുമ്പിൽ നമ്മൾ ഈ നേരത്തും കാണുന്ന അസാധ്യതകളുടെ മലനിരകളെ നിന്റെ വിശ്വാസത്താലെ മാറ്റാൻ നിനക്ക് കഴിയുമെന്ന്. വിശ്വാസം പാസീവായ ഒന്നല്ല, മറിച്ച് ഇറ്റ് ഈസ് ഡയറിങ്. ധൈര്യത്തോടെ ഏറ്റുപറയേണ്ടതാണ് വിശ്വാസം. അത് പർവ്വതങ്ങളോട് സംസാരിക്കും. കർത്താവിനെ സംശയിക്കാൻ അത് നിന്നെ അനുവദിക്കുകയില്ല. ഫലം നിന്റെ കൺമുമ്പിൽ കാണുന്നതിന് മുമ്പേ നീ കർത്താവിൽ പൂർണ്ണമായി ആശ്രയം വയ്ക്കും. അത്തരമൊരു വിശ്വാസത്തിൻ്റെ തികവ് അനുഭവിക്കാൻ ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പരിശോധിക്കാം, ഇന്ന് ഈ പ്രഭാതത്തിൽ എൻ്റെ കൺമുമ്പിൽ ഞാൻ കാണുന്ന പർവ്വതം, മലനിര ഏതാണ്? എന്ത് സംഘർഷങ്ങളിലൂടെയാണ് ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് ഈ നേരത്തെ എൻ്റെ ഭയം? ഉത്തരം കിട്ടാത്ത ആ പ്രാർത്ഥന ഏതാണ്? മറഞ്ഞിരിക്കുന്ന ആ മുറിവ് ഏതാണ്? അത് നീ നിശബ്ദമായി ചുമന്നുകൊണ്ട് നടക്കണ്ട. വിശ്വാസത്താലേ നീ അതിനോട് സംസാരിക്കുക. നിന്റെ ശക്തിയിലല്ല നീ ആശ്രയം വയ്ക്കേണ്ടത്. കർത്താവിൻ്റെ ശക്തിയിൽ, കർത്താവിൻ്റെ അധികാരത്തിൽ ആശ്രയിച്ച് നിന്റെ മുന്നിലെ തടസ്സങ്ങളോട് നീ ധൈര്യത്തോടെ ഈ ദിവസം സംസാരിക്കുക. വിശ്വാസം ഉയരുമ്പോൾ പർവ്വതങ്ങൾ മാറിത്തുടങ്ങും. നമ്മൾ പാടി പ്രാർത്ഥിച്ചില്ലേ, അവിശ്വാസിയാകാതെ മകനെ വിശ്വാസിയായി വേഗമണയൂ. അടയാളം തേടാതെ വന്നാൽ വിശ്വാസ വഴി ഞാൻ തെളിക്കാം. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ വൻമലയെ ദൂരത്തകറ്റാം.
സെയിൻറ്റ് അഗസ്തിനോസ് പുണ്യാളൻ പറയുന്നു, ഫെയ്ത്ത് ഇസ് ടു ബിലീവ് വാട്ട് യു ഡു നോട്ട് സീ. ദ റിവാർഡ് ഓഫ് ദിസ് ഫെയ്ത്ത് ഇസ് ടു സീ വാട്ട് യു ബിലീവ്. വിശ്വാസം എന്നത് നീ കാണാത്തതിൽ നീ വിശ്വസിക്കുകയാണ്. അങ്ങനെ കാണാത്തതിൽ നീ വിശ്വസിച്ചാൽ വിശ്വസിച്ചത് നീ കാണും. കാണാത്ത ഒന്നിൽ നീ വിശ്വസിച്ചാൽ വിശ്വസിച്ചത് നീ കാണും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, ഈ പ്രഭാതത്തിൽ തിരുമുമ്പാകെ ഞാൻ വന്ന് നിൽക്കുന്നു. എൻ്റെ ജീവിതത്തിലെ മലകളെ നീ അറിയുന്നല്ലോ കർത്താവേ. നിനക്കത് വലിയവയല്ല, നിനക്കത് ഭാരമുള്ളവയല്ല, നിനക്കൊന്നും അസാധ്യവുമല്ല. കർത്താവേ, അധികാരമുള്ള നിന്നിൽ, ശക്തനായ നിന്നിൽ സംശയമില്ലാതെ വിശ്വസിക്കാൻ, ആശ്രയിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ഭാരങ്ങളെ നിൻ്റെ കരങ്ങളിലേക്ക് കൈമാറാൻ എന്നെ നീ ഒരുക്കണമേ. ഈശോയേ, ഇന്ന് നിൻ്റെ ശക്തി എന്നിൽ വെളിപ്പെടട്ടെ. എവിടെ ഭയമുണ്ടോ അവിടെ നീ ആത്മധൈര്യം പകരണമേ. എവിടെ ഞാൻ സംശയിക്കുന്നുവോ അവിടെ ഞാൻ ആശ്രയിക്കട്ടെ. എവിടെ അസാധ്യതകൾ ഞാൻ കാണുന്നുവോ അവിടെ നിന്റെ മഹത്വം ഞാൻ ദർശിക്കട്ടെ. കർത്താവേ, വിശ്വസിക്കാൻ ഞാൻ ഇന്ന് തീരുമാനിക്കുന്നു. നീ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തന നിരതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അസാധ്യങ്ങൾ നീ എനിക്കായി സാധ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രയത്നങ്ങളെയും കർത്താവിന് സമർപ്പിച്ച് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.